ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീം മിക്സാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ, അര ഗ്ലാസ് പാലിനകത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. തണുത്ത പാലെടുക്കണം. എന്നിട്ട് ഒരു മുട്ട എടുക്കുക, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് പാൽ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ആ പാല് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കണം. കാരണം അത് പിരിഞ്ഞു പോകാൻ പാടില്ല. പിരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് കുറുക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്യുക. അത് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പാലും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. മുട്ടയും പാലും ചേർത്ത് കഴിഞ്ഞ് അതും കുറുകി വരുമ്പോൾ നമുക്കിതിനകത്ത് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ അര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് അതും അതിനകത്തൊഴിച്ച് ഇട്ട് കുറുകി വരുമ്പോൾ നന്നായി കുറുകി വരുമ്പോൾ 2 സ്പൂൺ വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഐസ്ക്രീം മിക്സ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് പാലിൻ്റെ ക്രീം എടുത്ത് വയ്ക്കണം. എന്നിട്ട് ഈ മിക്സ് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സറിലിട്ട് നന്നായി അടിക്കുക. നന്നായി അത് ബീറ്റ് ചെയ്ത് അത് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇതൊരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെച്ച് അത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു സിറപ്പിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് നോക്കാം. അതിപ്പം നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അത് നമുക്ക് കഴിക്കാൻ. അപ്പോൾ അത് നമുക്കിനി ഓരോ ലെയറായിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിനകത്തോ ഒരു ബൗളിനകത്തോ ഇട്ട് നമുക്കത് ലെയറായിട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇത് സിറപ്പിലിട്ടതായതുകൊണ്ട് ഈ ഫ്രൂട്ട്സിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.